എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നീറ്റും കീമും ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സാണ് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് എപ്പോഴും പറയുന്നത്. അപ്പോൾ ഫിസിക്സ് പഠിക്കാൻ വേണ്ടി ഫിസിക്സിലുള്ള കോൺസെപ്റ്റ്സ് ക്ലിയറായിട്ട് മനസ്സിലാക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഫോർമുലകൾ എഴുതി പഠിക്കുക, അതുൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമ്മുടെ വീഡിയോയിൽ കോൺസെപ്റ്റ് ക്ലിയറായിട്ട് പറയുന്നുണ്ട്. നിങ്ങളത് മുഴുവൻ വാച്ച് ചെയ്യുക. അതിനുശേഷം അതിലുൾപ്പെടുന്ന ഫോർമുലകൾ എഴുതിയെടുത്ത് പഠിക്കുക. മുൻപ് നീറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അതുപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. റിലേറ്റീവ് വെലോസിറ്റി ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. റിലേറ്റീവ് വെലോസിറ്റി മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്ക് അബ്സല്യൂട്ട് വെലോസിറ്റി എന്താണെന്ന് നോക്കാം. വെലോസിറ്റി ഓഫ് ആൻ ഓബ്ജക്റ്റ് വിത്ത് റെസ്പെക്റ്റ് ടു ഗ്രൗണ്ട് ആണ് അബ്സല്യൂട്ട് വെലോസിറ്റി. അതായത് റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ തോന്നുന്ന വെലോസിറ്റി. എക്സാമ്പിൾ, എ കാർ ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി 30 km/h. അപ്പോൾ 30 km/h എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് കാർ ആണ്. അതായത് വെലോസിറ്റി ഓഫ് കാർ വിത്ത് റെസ്പെക്റ്റ് ടു ഗ്രൗണ്ട്. ഇനി റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് ആൻ ഓബ്ജക്റ്റ് വിത്ത് റെസ്പെക്റ്റ് ടു അനദർ ഒബ്ജക്റ്റ്, അനദർ മൂവിങ് ഒബ്ജക്റ്റ്. സോ അബ്സല്യൂട്ട് വെലോസിറ്റി ഈസ് ദി വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്റ്റ് ടു അനദർ വെൻ ബോത്ത് ആർ ഇൻ മോഷൻ. ഓക്കെ. An object A is moving with velocity VA. Another object B is moving with the velocity VB. Both are moving in the same direction. ഈ കണ്ടീഷനിൽ VA absolute velocity of A ആണ്, VB absolute velocity of B. അപ്പോൾ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്റ്റ് ടു B ആണ് VAB എന്ന് എഴുതുന്നത്. വെലോസിറ്റി ഓഫ് എ ആണ് വിത്ത് റെസ്പെക്ട് ടു ബി. ബിക്ക് ഫീൽ ചെയ്യുന്ന എയുടെ വെലോസിറ്റി. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി. അതുപോലെ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആകുമ്പോൾ വി ബി മൈനസ് വി എ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ബോത്ത് ആർ മൂവിങ് ഇൻ ദി സെയിം ഡിറക്ഷൻ. ഇപ്പോൾ രണ്ട് ഒബ്ജക്ട്സ് ഒരേ ഡിറക്ഷനിൽ മൂവ് ചെയ്താൽ റിലേറ്റീവ് വെലോസിറ്റിക്ക് വേണ്ടി നമ്മൾ ഡിഫറൻസ് ആണ് എടുക്കുന്നത്. ഇവിടെ എ ഈസ് മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ബി. അതായത് എ ആൻഡ് ബി ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഇപ്പോൾ ബോത്ത് ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ എന്ന കണ്ടീഷനിൽ റിലേറ്റീവ് വെലോസിറ്റിക്ക് ആഡ് ചെയ്താൽ മതി. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈക്വൽ ടു വി എ പ്ലസ് വി ബി. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആയാലും വി എ പ്ലസ് വി ബി തന്നെയാണ് എടുക്കേണ്ടത്. അപ്പം ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് വെലോസിറ്റിയും ആഡ് ചെയ്യണം. റിലേറ്റീവ് വെലോസിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ ബസ് ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 10 m/s ഓൺ എ സ്ട്രെയിറ്റ് റോഡ്. എ സ്കൂട്ടറിസ്റ്റ് വിഷസ് ടു ഓവർടേക്ക് ദ ബസ് ഇൻ 100 seconds. ഇഫ് ദ ബസ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 km ഫ്രം ദി സ്കൂട്ടറിസ്റ്റ്, with what speed should the scooterist chase the bus? 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബസ് മൂവ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട് 10 m/s. ഒരു സ്കൂട്ടർ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. 100 സെക്കൻഡ്സിനകത്ത് ഓവർടേക്ക് ചെയ്യണം. ബസ്സും സ്കൂട്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 km ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര സ്പീഡിൽ സ്കൂട്ടർ പോകണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു റിലേറ്റീവ് വെലോസിറ്റിയുടെ ക്വസ്റ്റ്യനാണ്. ബസ്സും സ്കൂട്ടറും മൂവ് ചെയ്യുന്നുണ്ട്. ഈ പ്രോബ്ലത്തിൽ വെലോസിറ്റി ഓഫ് സ്കൂട്ടർ വി എസ് എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നു. ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് 1000 മീറ്റർ. ബസ്സിൻ്റെ വെലോസിറ്റി 10 m/s. ടൈം 100 seconds. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്നാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ രണ്ട് ഒബ്ജക്ട്സും മൂവ് ചെയ്യുന്നത് കൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം. സ്കൂട്ടറിനാണ് ഓവർടേക്ക് ചെയ്യേണ്ടത്. സോ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ വിത്ത് റെസ്പെക്ട് ടു ബസ്
ഇസ് ഈക്വൽ ടു വി എസ് മൈനസ് വി ബി. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്തതുകൊണ്ട് വി എസ് മൈനസ് വി ബി. വി എസ് മൈനസ് വി ബി 10 ആണ്. അപ്പോൾ വി എസ് മൈനസ് 10 എന്ന് കൊടുത്തു. ഡിസ്റ്റൻസിനെ വി എസ് മൈനസ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടൈം കിട്ടുന്നു. 1000 ബൈ വി എസ് മൈനസ് 10. ഈ ടൈം പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. വി എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1000 ബൈ വി എസ് മൈനസ് 10 ഈക്വൽ ടു 100. അപ്പോൾ അതിൽ സോൾവ് ചെയ്യുമ്പോൾ വി എസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. റിലേറ്റീവ് വെലോസിറ്റിയുടെ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു 1-2 സ്പെഷ്യൽ ഇക്വേഷൻസ് കൂടെ നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് പറയുന്നത് ബോത്ത് ഒബ്ജക്ട്സ് ആർ മൂവിങ് പെർപെൻഡിക്കുലർ. അപ്പോൾ 2 ഒബ്ജക്ട്സ് എയും ബിയും അല്ലെങ്കിൽ 1ഉം 2ഉം ഉണ്ട്. അത് രണ്ടും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. നേരത്തെ പറഞ്ഞത് സെയിം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് പഠിച്ചത്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത് v12 is equal to root of v1 square plus v2 square. ഇതിലിപ്പോൾ v21 ആയാലും റൂട്ട് ഓഫ് v1 square plus v2 square. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അടുത്തത് ഇഫ് ആംഗിൾ ബിറ്റ്വീൻ v1 ആൻഡ് v2 is തീറ്റ. 2 ഒബ്ജക്ട്സും മൂവ് ചെയ്യുമ്പോൾ ഇടയിൽ ഒരു ആംഗിൾ തീറ്റ ഉണ്ട് അവരുടെ ഡയറക്ഷനിടയിൽ. അങ്ങനെയാണെങ്കിൽ v12 is equal to root of v1 square plus v2 square minus 2v1 v2 cos theta. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ഫോമുലയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. റിലേറ്റീവ് വെലോസിറ്റി വെൻ ബോത്ത് ഒബ്ജക്ട്സ് ആർ മൂവിങ് ഇൻ ദി സെയിം ഡിറക്ഷൻ v1 മൈനസ് v2. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ v1 പ്ലസ് v2. പെർപെൻഡിക്കുലർ ആണെങ്കിൽ റൂട്ട് ഓഫ് v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ. ഇനി ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ റൂട്ട് ഓഫ് v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ മൈനസ് 2v1 v2 കോസ് തീറ്റ. അപ്പം നിങ്ങളുടെ ഇനി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.